വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ വൺ വേർഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, 30 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ 30 എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ PPT-യിൽ ജസ്റ്റ് ഒന്ന് മിസ്സിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മിസ്സാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 13th ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് PPT-യിൽ ജസ്റ്റ് ഒന്ന് മിസ്സായതാണ്. So complete the following sentences. In Europe, the development of dash was the result of the fundamental changes that were taking place in society and economy around the 18th century. അതായത് എന്താണ് പറയുന്നത്, യൂറോപ്പിൽ ഡെവലപ്മെന്റ് ഓഫ് നാഷൻ സ്റ്റേറ്റ് വന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി, ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. എവിടെ, സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും എക്കോണമിയിലാണെന്നുണ്ടെങ്കിലും 18th സെഞ്ച്വറിയിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നാഷൻ സ്റ്റേറ്റ് ആണ്. നാഷൻ സ്റ്റേറ്റ് വന്നതോട് കൂടിയിട്ട് യൂറോപ്പിൽ 18th സെഞ്ച്വറിയിൽ എക്കോണമിയിലാണ് എന്നുണ്ടെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ തന്നെ A ക്വസ്റ്റ്യൻ ആണ്. 13th ക്വസ്റ്റ്യനിൽ A ആണ്. നമ്മൾ പറഞ്ഞല്ലോ AB അങ്ങനെയാണ് നമുക്കുള്ളത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ A ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. ഇനി B ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലിയർ ചെയ്യാൻ പോകുന്നത്. Uniformity in communication system resulted in the creation of dash and reinforced national boundaries. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുള്ള യൂണിഫോമിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നാഷണൽ ബൗണ്ടറീസ് റെയിൻഫോഴ്സ് ചെയ്യുന്നതിൽ എന്തുണ്ടാക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ കൾച്ചറും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുള്ള യൂണിഫോമിറ്റിയും നാഷണൽ ബൗണ്ടറീസ് എന്ത് ചെയ്തു, റെയിൻഫോഴ്സ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് 13th ക്വസ്റ്റ്യൻസിന്റെ എയും ബിയും ആയിട്ട് വരുന്നത്. അതായത് ഇത്രേ പറയുന്നുള്ളൂ. നാഷൻ സ്റ്റേറ്റ് വന്നതോട് കൂടിയിട്ട് എന്തായി, ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. പിന്നെ കമ്മ്യൂണിക്കേഷനിലുള്ളതും കോമൺ കൾച്ചറും ബൗണ്ടറീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, റെയിൻഫോഴ്സ് ചെയ്തു എന്നുള്ളതാണ് ആൻസർ. സോ നെക്സ്റ്റ് 31st ക്വസ്റ്റ്യൻ ആണ്. 31st ക്വസ്റ്റ്യൻ നമ്മളിതിൽ മിസ്സിംഗ് ആണ് കേട്ടോ, സോറി. അത് നമ്മൾക്ക് എങ്ങനെയോ മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഇത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ആൻസർ ഒന്ന് ഷെയർ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ 1981 സർവേ ഓഫ് റിലീജിയസ് ബിലീഫ്സ് ഇൻ USA only about dash % of people describe themselves as dash എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് 1981 എവിടെ ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു, USA ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു. റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേ ആയിരുന്നു അത്. ആ സർവേയിൽ എത്ര പെർസെൻറ്റേജോളം ആളുകൾ, ലാസ്റ്റത്തെ ഡേഷിൽ വരുന്നത് നോൺ റിലീജിയസ് ആണ്. അതായത് നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ 6% ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് 31st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ 6% നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ 1981 സർവേ പ്രകാരം എവിടെ ഉണ്ടായിരുന്നു, USA ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ 6A ആണ്. അതിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 32nd ക്വസ്റ്റ്യൻ, അതായത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 into 2, അതായത് 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഡാഷ് വാസ് എ ചെഗാട്ടെ ടർക്ക് ഹൂ ഫ്ലെഡ് patrimonial land near dash to escape Uzbek armies. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആരാണ് ചഗാട്ടെ ടർക്ക്, നമുക്ക് പറയാനുള്ളത് മുഗൾ. ഈ ക്വസ്റ്റ്യൻ എവിടുന്നാണ് വരുന്നത്, ക്ലിയർ ആയോ നിങ്ങൾക്ക്? മുഗൾ ഭരണത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റൂളർ എന്ന് പറയുന്നത് ചഗാട്ടെ ടർക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ചെങ്കിസ് ഖാന്റെ തിമുറിഡ്സിന്റെ ഡിസെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ റൂളർ എന്ന് പറയുന്നത്. ഹൂ ഫ്ലെഡ് പാട്രിമോണിയൽ ലാൻഡ്സ് നിയർ ടു ഡേഷ് എസ്കേപ്പ് ഉസ്ബെക് ആർമീസ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പിതൃരാജ്യങ്ങൾ വിട്ട് ഓടിപ്പോന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഓടിപ്പോന്നിട്ട് എവിടെയാണ് ഇദ്ദേഹം ഒരു ഇത് സ്ഥാപിക്കുന്നത്, പുതിയ റൂൾ സ്ഥാപിക്കുന്നത്,
നമ്മുടെ ഇന്ത്യയിലാണ് സ്ഥാപിക്കുന്നത്. സോ ക്ലിയർ. അപ്പൊ ഫസ്റ്റത്തെ ആ ചഗാട്ടൈ ടർക്കായിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഗൾ റൂളർ എന്ന് പറയുന്നത് ആരാണ്? ബാബർ ആണ്. സോ ബാബർ ഈസ് ദി ചഗാട്ടൈ ടർക്ക്. അദ്ദേഹം എന്നാണ് നമ്മുടെ മുഗൾ ഭരണം സ്ഥാപിച്ചിട്ടുള്ളത്? 1526. നമ്മൾ മറന്നു പോകരുത്. 1526 ബാബർ എന്ത് ചെയ്തിട്ടുള്ളത്? മുഗൾ ഭരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ പാട്രിമോണിയൽ ലാൻഡ്സ് ഏതായിരുന്നു എന്നാണ് പറയുന്നത്? ഫർഗാന ആയിരുന്നു അദ്ദേഹത്തിന്റെ പാട്രിമോണിയൽ ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോ ചഗാട്ടൈ ടർക്കായിട്ടുള്ള മുഗൾ റൂളർ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ മുഗൾ ഭരണം തുടങ്ങി വെച്ചിട്ടുള്ള ബാബർ ആയിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഗൾ കാര്യങ്ങളെ മറക്കാതിരിക്കാൻ നമ്മളൊരു കോഡ് പറഞ്ഞിട്ടാണ്. ഏതായിരുന്നു ആ കോഡ്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലാണ് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കോഡ് ഏതാണ്? ബജ്സ. അതായത് ബാബർ, പിന്നെ ബജ്സയിലെ എച്ച് ആരാണ്? ഹുമയൂണ്. എ ആരാണ്? അക്ബർ. പിന്നെ ജെ ആരാണ്? ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇങ്ങനെയാണ് നമ്മുടെ റൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 1526 ആര് വരുന്നത്? ബാബർ നമ്മളിവിടെ മുഗൾ റൂൾ സ്ഥാപിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹുമയൂണിന്റെ കുറച്ച് സമയം എന്ന് പറയുന്നത് ഇവിടെ വേറൊരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. നമ്മുടെ ആരെ ആക്രമിച്ചിട്ട്? ഹുമയൂണിനെ ആക്രമിച്ചിട്ട് ഷേർഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ്, ഷേർഷാ സൂരി അല്ലെങ്കിൽ സൂർ ഡൈനാസ്റ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. സോ ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 33rd ക്വസ്റ്റ്യൻ നമ്മളിവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മളിതിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ദ എക്സിസ്റ്റൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഡ്യൂറിങ് ദി ഏർലി ടൈംസ് വാസ് പ്രൈമർലി ഡിപ്പെൻഡ് ഓൺ 2 ഫാക്ടേഴ്സ്. അതായത് ആദ്യകാലത്തുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നത്. ഏതാണ് ആ 2 കാര്യം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർമിയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റവന്യൂ ആണ്. അന്ന് മാക്സിമം എന്തായിരുന്നു? റവന്യൂ ഉണ്ടാക്കുക എങ്ങനെ? ടെറിട്ടോറിയൽ എക്സ്പാൻഷനിലൂടെ. ഈ ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇവർക്ക് ആർമീസ് വേണം. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഏർലി സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ ആണ് 33rd ക്വസ്റ്റ്യൻ. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ഇൽതുമിഷ് ഇൻട്രൊഡ്യൂസ്ഡ് ഓഫ് കോയിൻസ് ഡാഷ് ആൻഡ് ഡാഷ്. അതായത് ഇൽതുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോയിൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൽഹി സൽത്തനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ്. അതിൽ നമുക്ക് 5 ഡൈനാസ്റ്റീസ് ആണ് വരുന്നത്. ആ 5 ഡൈനാസ്റ്റി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള 3 ഡൈനാസ്റ്റി മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ 3 ഡൈനാസ്റ്റീസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി. ആരാണ്? ഇൽബാരി ഡൈനാസ്റ്റി ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആരാണ്? രണ്ടാമത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഖൽജി ഡൈനാസ്റ്റി ആണ്. അതായത് ഖൽജി ഡൈനാസ്റ്റി ആണ് നിങ്ങൾക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്. മൂന്നാമത് പഠിക്കാനുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആരാണ്? തുഗ്ലക് ഡൈനാസ്റ്റി ആണ്. അതായത് തുഗ്ലക് ഡൈനാസ്റ്റി ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ള ഡൈനാസ്റ്റി ആയിട്ട് വരുന്നത്. ഈ 3 ഡൈനാസ്റ്റിയും അവരുടെ മെയിൻ ആയിട്ടുള്ള റൂളേഴ്സിനെ നമ്മൾ മറക്കരുത്. എല്ലാ റൂളേഴ്സിനും ഒന്നും പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ്. അതിൽ ഇൽബാരി ഡൈനാസ്റ്റി മാംലുക് ഡൈനാസ്റ്റി എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഇൽബാരി ഡൈനാസ്റ്റിയിലുള്ള ഇമ്പോർട്ടൻ്റ് റൂളർ ആരാണ്? ഇൽബാരി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന വലിയൊരു റൂള് ഇവിടെ സ്ഥാപിച്ചത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക് ആണ്. അപ്പൊ ഐബക്ക് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റൂളറാണ് ഐബക്കിന്റെ തന്നെ മരുമകനായിട്ടുള്ള ഇൽതുമിഷ് എന്ന് പറയുന്നത്. സൺ ഇൻ ലോ ആയിട്ടുള്ള ഇൽതുമിഷ് എന്ന് പറയുന്നത്. സോ രണ്ടാമത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് എന്ന് ആര്? ഇൽതുമിഷ് എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്കിവിടെ പഠിക്കാനുള്ളത് റസിയ സുൽത്താനയാണ്. അതായത് റസിയ സുൽത്താന എന്ന് പറയുന്ന ഏക ഒരു സ്ത്രീ റൂളർ ആയിരുന്നു ഡൽഹി സുൽത്താനേറ്റിലായാലും മുഗളിലായാലും. നമുക്കിവിടെ ആകെ ഒരു മുസ്ലിം ഡൈനാസ്റ്റികളിൽ ആകെ ഒരു വിമൺ റൂളർ ആയിട്ടുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ വിമൺ റൂളറാണ് ആര് എന്ന് പറയുന്നത്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. കുറച്ചു കാലം മാത്രമേ ഭരണത്തിലുള്ളെങ്കിലും നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ആളായിരുന്നു ആര് എന്ന് പറയുന്നത്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബാൽബനാണ്. അപ്പൊ ഇത്രയും റൂളേഴ്സ് ആണ് നമുക്ക് ഇതില്
നമ്മുടെ ഫസ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള ഇൽബാരി ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാംലൂക്ക് ഡൈനാസ്റ്റിയിൽ പറയാനുള്ളത്. ഇതിൽ തന്നെ ഇൽത്തുമിഷിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഐബക്കിനെ കുറിച്ച് നമ്മൾ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കണം. ഇത്രയും ഈ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ, ബാൽബൻ ഇവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവരുടെ ഇവന്റ്സ് ഒന്ന് നോക്കി വെക്കണം. ഇവരുടെ ആരെങ്കിലും ആയിട്ടായിരിക്കും ഒരു 1 വേർഡ് ചോദിക്കുക, ഇതിൽ ആരാ ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. സോ ഇൽത്തുമിഷിനെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഖൽജിയിലും തുഗ്ലക്കിലുള്ള ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 കോയിൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഏതാണ്? തങ്ക. രണ്ടാമത്തേത് ഏതാണ്? ജിത്താൽ. ഈ 2 കോയിൻസ് ആണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൽത്തുമിഷിന്റെ മറ്റ് 2 ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇൽത്തുമിഷ് കൊണ്ടുവന്നിട്ടുള്ളതാണ്? 40 എന്ന് പറയുന്നത് മറന്നു പോവരുത്. 40 ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അതാരാണ്? ഇൽത്തുമിഷ് ആണ്. അതിനെ നമ്മൾ ചഹൽഗാനി എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ചഹൽഗാനി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. 40 എന്ന് പറയുന്നത് 40 ടർക്കിഷ് അല്ലെങ്കിൽ 40 ആളുകളുള്ള ഒരു ഭരണ സിസ്റ്റത്തിനെയാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത്. ചഹൽഗാനി എന്ന് കൂടി നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഇൽത്തുമിഷ് ആണ്. അപ്പൊ ഇൽത്തുമിഷിന്റെ കാര്യത്തിൽ നമ്മൾ 3 ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? തങ്ക, ജിത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 40 അല്ലെങ്കിൽ ചഹൽഗാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇക്ത സിസ്റ്റം കൊണ്ടുവന്നതും ആരാണ്? ഇൽത്തുമിഷ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇൽത്തുമിഷിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൽത്തുമിഷ് കൂടാതെ തന്നെ റസിയ, ബാൽബൻ ഇവർ 2 കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കിയിട്ട് പോകണം. അവരുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് മാത്രം. ഇപ്പൊ നമുക്ക് ഇൽത്തുമിഷിൽ നമ്മൾ ആകെ എത്രേ പറഞ്ഞിട്ടുള്ളൂ? 40യും അതുപോലെ തന്നെ ഇക്ത സിസ്റ്റവും തങ്കാൻ, ജിത്താലും. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയില്ലേ. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇത് എക്സ്ട്രാ കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ചോദിച്ചാൽ എഴുതാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇൽബാരി ഡൈനാസ്റ്റിയിൽ 4 റൂളേഴ്സിന് നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അത് പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഖൽജി ഡൈനാസ്റ്റിയിലുള്ളതാണ്. ഖൽജി ഡൈനാസ്റ്റിയിലുള്ള മെയിൻ ആയിട്ടുള്ള റൂളേഴ്സിനെയാണ് നമ്മൾ പറയാനുള്ളത്. ഇത് സ്ഥാപിക്കുന്നത് ആരാണ്? ഫൗണ്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ജലാലുദ്ദീൻ ഖിൽജിയാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അതായത് അലാവുദ്ദീൻ ഖിൽജിയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജി. ഇതില് അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? മാർക്കറ്റ് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. മാർക്കറ്റ് റിഫോംസ് കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആയിട്ടുള്ളതും ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ആളല്ല. അഗ്രികൾച്ചറിലാവട്ടെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അലാവുദ്ദീൻ ഖിൽജിയാണ്. കൂടാതെ അദ്ദേഹം എന്തുകൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? പാവപ്പെട്ട ആളുകൾക്ക് വെൽഫെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് അല്ലെങ്കിൽ ഖിൽജി ഡൈനാസ്റ്റിയെ കുറിച്ച് നിങ്ങൾ ഇത്ര എന്തായിരിക്കണം, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, നെക്സ്റ്റ് നമുക്ക് തുഗ്ലക് ഡൈനാസ്റ്റി ആണ് ഉള്ളത്. അതായത് തുഗ്ലക് ഡൈനാസ്റ്റി ആണ് നെക്സ്റ്റ് ഉള്ളത്. തുഗ്ലക് ഡൈനാസ്റ്റി. അതിൽ തുഗ്ലക് ഡൈനാസ്റ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് 2 റൂളേഴ്സ് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്. അതിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. എന്താണ്? ദിവാനി കോഹി. എന്താണ്? ദിവാനി കോഹി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ഷിഫ്റ്റ്. എവിടെ നിന്ന്?
ദിയോഗിറിലോട്ട് ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ഷിഫ്റ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് എന്തായിരുന്നു? ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഇവന്റ്സ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും മറന്ന് പോവാൻ പാടുള്ളതല്ല. പിന്നീട് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഒരുപാട് കനാൽസും കാര്യങ്ങളും പിന്നെ കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള റൂളർ കൂടിയാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ പറയാനുള്ളത്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റ് ആരൊക്കെയാണ്, റൂളേഴ്സ് ആരൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്തൊക്കെയാണ്, അവർ കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് വൺ വേർഡ്സ് ചോദിക്കാനുള്ള ഒരുപാട് ടേംസ് ഉള്ള ഒരു ഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next, explain the status of women in early Vedic society. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെ നമ്മൾ സെക്ഷൻ എ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സെക്ഷൻ എയിൽ നമ്മൾ എന്താണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? സെക്ഷൻ എ കംപ്ലീറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും വൺ വേർഡ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ളതായിരുന്നു. അതായത് നമുക്കൊക്കെ വൺ വേർഡ് ആയിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെന്റൻസുകൾ തരും, അത് എന്താണ് ടേം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് സെക്ഷൻ എയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഭാഗം വിട്ടു. അത് വിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്? സെക്ഷൻ ബിയിലോട്ട് പോവാണ്. സെക്ഷൻ ബിയിൽ നമുക്ക് എന്താണ് വരുന്നത്? സെക്ഷൻ ബിയിൽ നമുക്ക് ഷോർട്ട് ആൻസർ ഉണ്ട്, ലോങ് ആൻസർ ഉണ്ട്, പിന്നെ ലാസ്റ്റ് മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒന്ന് ചെയ്ത് പോവാം. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. Explain the status of women in early Vedic society. Early Vedic society-യിൽ വിമൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു അല്ലെങ്കിൽ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊരു 50 to 80 വേർഡ്സ് അല്ലെങ്കിൽ ഒരു 50 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഒരു 1 പാരാഗ്രാഫ്, കുറച്ച് വലിയൊരു ലോങ് ആയിട്ടുള്ള 1 പാരാഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജ് ഒക്കെ എഴുതിയാലും കുഴപ്പമില്ല. ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഴുതണം എന്നാണ് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏർലി വേദിക് സൊസൈറ്റിയിൽ വിമന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഏർലി വേദിക് സൊസൈറ്റി ഉണ്ട്, ലേറ്റർ വേദിക് സൊസൈറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ പീരീഡ് എങ്ങനെയാണ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയിട്ട് പോണം. സോ നമ്മൾ നോക്കുന്നത് ഏർലി വേദിക് സൊസൈറ്റിയിൽ വിമന്റെ സ്റ്റാറ്റസ് ആണ്. അത് ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷൻ. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്നത്തെ പോലെ ഒന്നും അല്ല എന്നാണോ? ഓക്കെ, സോ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ വിമൺ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അവളുടെ ഭർത്താവിനെ, അവളുടെ ഹസ്ബൻഡിനെ അവൾക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടായിരുന്നു? ഏർലി വേദിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ലേറ്റർ വേദിക് ആയപ്പോഴേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഹസ്ബൻഡിനെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ റെസ്പെക്റ്റബിൾ പൊസിഷൻ ആയിരുന്നു. സ്വന്തം ഹസ്ബൻഡിനെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള 2 അസംബ്ലീസ് ആണ് എന്തെന്ന് പറയുന്നത്? സഭ ആൻഡ് സമിതി എന്ന് പറയുന്നത്. ഈ സഭ ആൻഡ് സമിതി എന്ന് പറയുന്ന 2 അസംബ്ലിയിലും ആർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? വിമണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ നോക്കാണ്ട്, ഏർലി വേദിക് സൊസൈറ്റിയും ലേറ്റർ വേദിക് സൊസൈറ്റിയും, അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഡിഫറൻസുകൾ എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു പീരീഡ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ വേദിക് സൊസൈറ്റി എന്ന് പറയുന്നത് വേദിക് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 1500 മുതലാണ്. അതായത് 1500 BC മുതൽ നമുക്ക് 600 വരെയാണ് ഏത് പീരീഡ് എന്ന് പറയുന്നത്? നമ്മുടെ വേദിക് സൊസൈറ്റിയുടെ പീരീഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പറയാനുള്ളത് 2ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏർലി വേദിക് സൊസൈറ്റിയും ലേറ്റർ വേദിക് സൊസൈറ്റിയും. ഏർലിയും ലേറ്റർ വേദിക് സൊസൈറ്റി ആക്കിയിട്ടും തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏർലി വേദിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ദേവർ പാസ്റ്ററലിസ്റ്റ്. അവർ പാസ്റ്ററലിസ്റ്റുകളായിരുന്നു. അതായത് ആടുകളെ മേച്ചിട്ടും അതല്ല എന്നുണ്ടെങ്കിലും
ലിമിറ്റഡ് ആയിട്ടുള്ള കൃഷികൾ, അങ്ങനെ കൃഷി അഗ്രികൾച്ചർ എന്ന് പറയാനൊന്നും വരെ എത്തിയിട്ടില്ല. കൂടാതെ തന്നെ ഹണ്ടിങ്, ഗ്യാതറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഏർലി വേദിക് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വേദിക് സൊസൈറ്റിയിൽ നമുക്ക് 4 ലിറ്ററേച്ചറുകളെ കുറിച്ച് പറയാനുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ലിറ്ററേച്ചറുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് മന്ത്രാസ് ഉണ്ട്. ഏതാണ്? മന്ത്രാസ് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാഹ്മണാസ് പറയാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ല. ബ്രാഹ്മണാസ് ഉണ്ട്, കൂടാതെ ആരണ്യകാസ് ഉണ്ട്, കൂടാതെ ലാസ്റ്റ് നമുക്ക് എന്തുണ്ട്? ഉപനിഷത്സ് ഉണ്ട്, ഉപനിഷത്സ് ഉണ്ട്. ഇത് 4 ലിറ്ററേച്ചറുകളാണ്. ഇത് മറന്നു പോവരുത് എന്നാണ് പറയുന്നത്. മന്ത്രാസ് എന്ന് പറയുന്നത് അതിൽ കൂടുതലും സാക്രിഫൈസസിനെ കുറിച്ചാണ്. അതിൽ തന്നെ മന്ത്രാസിൽ നമുക്ക് എന്തുണ്ട്? 4 വേദങ്ങൾ പറയുന്നുണ്ട്. ഋഗ്വേദ, യജുർവേദ, അഥർവവേദ, സാമവേദ എന്ന് പറയുന്ന 4 വേദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് ഈ ഒരു വേദാസിന്റെ ഒരു കമന്ററി ആയിട്ടാണ് എന്തെന്ന് പറയുന്നത് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. ആരണ്യകാസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ടെസ്റ്റ് ആണ്. പിന്നെ ഉപനിഷത്ത് എന്ന് പറയുന്നത് ബ്രാഹ്മണാസിന്റെ കമന്ററി ആണ് എന്തെന്ന് പറയുന്നത് ഉപനിഷത്ത് എന്ന് പറയുന്നത്. സോ നമ്മള് ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ ബ്രാഹ്മണാസ് ശ്രുതി എന്നുള്ള പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ലേറ്റർ വേദിക് പീരിയഡിൽ നമുക്ക് ഉണ്ടായിരുന്നത് അവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അഗ്രികൾച്ചർ ആണ്. പിന്നെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ട്രേഡ് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഏർലി വേദിക് സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലോ ട്രേഡ് ഇല്ല. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ. അവരെന്ത് മാത്രമാണ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്? യവ എന്ന് പറയും. യവ എന്ന് പറഞ്ഞാൽ ബാർലി എന്നാണ് അർത്ഥം വരുന്നത്. യവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർലി എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ അതാണ് ഏർലി വേദിക് സൊസൈറ്റിയും ലേറ്റർ വേദിക് സൊസൈറ്റിയും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കൂടാതെ തന്നെ കുറച്ച് ഗോഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ദ്ര, വരുണ, സോമ ഇവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൊസൈറ്റി അവരുടെ ഒക്യുപ്പേഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. വിമന്റെ സ്റ്റാറ്റസ് പറയുന്നുണ്ട്. എക്കണോമി പറയുന്നുണ്ട്. ട്രേഡ് ലാസ്റ്റ് പീരീഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേദിക് സൊസൈറ്റീസിനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു പാർട്ട് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 36 ക്വസ്റ്റ്യൻ വരെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തുള്ള ക്വസ്റ്റ്യനുമായിട്ട് അതിൻ്റെ ആൻസറുമായിട്ടും കാണും. സോ താങ്ക് യു സോ മച്ച്.